വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവരാകുന്ന സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും പതിവ് പോലെ ദൈവവചനം ധ്യാനിപ്പാനായി വന്ന് കൂടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്നുയർന്ന എല്ലാവർക്കും വീണ്ടും വന്ദനം. ഈ ആഴ്ചയിൽ പുതുതായിട്ടൊരു വിഷയം ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. അതെന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് നിങ്ങളേവരും എന്ന് എനിക്കറിയാം. വെളിപ്പാട് പുസ്തകം എടുക്കണമെന്ന് പല പ്രിയപ്പെട്ടവരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് വെളിപ്പാടല്ല എടുക്കുന്നത്, എങ്കിലും അത് പിന്നീട് എടുക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനകത്തെ മൃഗങ്ങളെക്കുറിച്ചും പിന്നെ തേളിനെക്കുറിച്ചും ഒക്കെ അതിൻ്റെ വ്യാഖ്യാനം അറിയാനാണെങ്കിൽ അത് പഠിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിൻ്റെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്നു. അതുമാത്രമല്ല, ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ വേദപുസ്തകത്തിൻ്റെ കൺക്ലൂഷനായിട്ട് വെച്ചേക്കുന്നത് വെളിപ്പാട് പുസ്തകമാണ്. അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ നിലയിൽ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുള്ള മെസ്സേജ് കേൾക്കാനുള്ള ആകാംക്ഷയാണെങ്കിൽ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ല, ആദ്യമേ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ക്യൂരിയോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആരോഗ്യപരമാകുന്ന ഒരു ലക്ഷണമായിട്ട് തോന്നുന്നില്ല. കാരണം വെറുതെ ഒരു കാര്യങ്ങൾ എന്താണെന്നറിയാനുള്ളതാകുന്ന ഒരു ആകാംക്ഷയിൽ കവിഞ്ഞ് അതിന് പ്രാധാന്യമുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എന്തുവാകട്ടെ, നമ്മൾ പിന്നീട് അത് ചിന്തിക്കുന്നതാണ്. എനിക്ക് വാസ്തവത്തിൽ മറ്റു പല കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. വളരെ പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങൾ, വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ. അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ വെളിപ്പാട് പുസ്തകത്തിലുള്ള 4 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്ന പലതിൻ്റെയും വ്യക്തമാകുന്ന വ്യാഖ്യാനം എന്തെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെങ്കിൽ വെളിപ്പാട് പുസ്തകം നൽകുന്ന പ്രധാനപ്പെട്ട ആ സന്ദേശം ഇതാ, ഞാൻ വരുന്നു, അതുകൊണ്ട് അഴുക്കുള്ളവനെയും അഴുക്കാകട്ടെ, വിശുദ്ധനെയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ആ ഒരു ആകാംക്ഷയായിരിക്കണം നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴുണ്ടാകേണ്ടത്. ഞാനിന്ന് ആ പുസ്തകമല്ല എടുക്കുന്നതെങ്കിലും ഞാൻ നിങ്ങളുടെ ആ പരമാർത്ഥ മനസ്സിനെ ഒന്ന് ഉണർത്തുവാനാണ് താല്പര്യപ്പെടുന്നത്. അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നും പഠിച്ചിട്ട് നിശ്ചയമായിട്ടും വെളിപ്പാട് പുസ്തകം ഒരു പക്ഷേ ചില ആഴ്ചകൾക്കുള്ളിൽ ചിലപ്പം അങ്ങനെ ഒരു അവസരമുണ്ടായാൽ അടുത്ത ആഴ്ച തന്നെ സാധിക്കുമെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരണം എന്നുള്ള വിഷയമാണ്. വിശുദ്ധീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് ഇതെന്നും ഞങ്ങൾ കേൾക്കുന്നതല്ലേ എന്നൊരു ചിന്ത. മാത്രമല്ല, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് അണ്ടർസ്റ്റാൻഡിങ് ബിബ്ലിക്കൽ ഹോളിനെസ് എന്നുള്ള വിഷയം നമ്മൾ കേട്ടു. അപ്പോൾ പിന്നെ എന്തിനാ അതുതന്നെ പറയുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും. എങ്കിലും സമ്പൂർണ്ണമായിട്ട് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലല്ലാതെ തന്നെ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? വിശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യത എന്താ? വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് വിശുദ്ധീകരണം. ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് പല പ്രാവശ്യം കേട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ പ്രാധാന്യതയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതൊരു ഓപ്ഷനല്ല.
ക്രിസ്തീയ ജീവിതത്തിൽ മാറ്റിവെക്കുവാൻ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകേണ്ട ഒരു കാര്യമല്ല വിശുദ്ധീകരണം. അതുകൊണ്ട് നിശ്ചയമായിട്ടും ആ കാര്യത്തെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം. മാത്രമല്ല, ഇക്കാലങ്ങളിൽ ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന, വിശേഷിച്ച് കൃപയെന്ന പേരിൽ വ്യാജമാകുന്ന ഒരു കൃപയെ പ്രചരിപ്പിക്കുന്നുണ്ട്. വ്യാജമാകുന്ന കൃപ, അത് വളരെ അപകടകരമാകുന്ന ഒന്ന്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ചില ആഴ്ചകൾ, 2-3 ആഴ്ചകൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിങ്ങളോട് ആ കാര്യം പറയുകയുണ്ടായല്ലോ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചും അല്ല പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. എങ്കിലും വിശുദ്ധീകരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യതയോടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാകുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതാകുന്ന പദങ്ങളാണ് നീതീകരണവും വിശുദ്ധീകരണവും മഹത്വീകരണവും എന്നുള്ളത്. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. നീതീകരണവും മഹത്വീകരണവും ആ 2 പ്രധാനപ്പെട്ട അനുഭവങ്ങൾക്കിടയിൽ, ആ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്കിടയിൽ വളരെ എത്രത്തോളം ഒരാൾ, വീണ്ടും ജനിച്ച ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രത്തോളം കാലം തുടരുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണം എന്നുള്ളത്. വീണ്ടും ജനിക്കുന്നത് തൊട്ട് ഒന്നുകിൽ മരണം വരെയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയോ ഉള്ളതാകുന്ന ക്രിസ്തീയ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിശുദ്ധീകരണം. വേണമെങ്കിൽ അതിനെ ആ 3 കാര്യത്തെ ഇങ്ങനെ പറയാൻ തക്കവണ്ണം കഴിയും. രക്ഷയോടും അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിടുതലിനോടുമുള്ള ബന്ധത്തിൽ നീതീകരണമെന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് നീതീകരണം. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ. ആദ്യത്തെ വാക്യം റോമർ 8:1, രണ്ടാമത് പറഞ്ഞ വാക്യം എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ വീണ്ടും ജനിച്ചിരിക്കുന്നു, അല്ലെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വിവിധമാകുന്ന പേരുകളിൽ നമുക്ക് വിളിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പാപത്തിൻ്റെ പരിണിത ഫലമാകുന്ന ശിക്ഷ നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് നമുക്ക് തരാതെ നമ്മെ അതിൽ നിന്ന് വിടുവിച്ചിട്ട് നമ്മെ ക്രിസ്തുവിൽ നീതീകരിച്ചു. അപ്പോൾ അക്വൈറ്റ് ചെയ്തു, കുറ്റവിമുക്തരാക്കി. കുറ്റം നമ്മൾ ചെയ്തതാണ്, നമ്മൾ കുറ്റക്കാരാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ യേശു കർത്താവ് മുഖാന്തരം നമ്മളെ കുറ്റവിമുക്തരാക്കി എന്ന് മാത്രമല്ല, നമുക്ക് ദൈവത്തോടുള്ളതാകുന്ന സമാധാനം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നീതീകരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടും ജനന അനുഭവത്തെ യഥാർത്ഥമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിയെ നീതീകരിക്കപ്പെട്ടവനെന്ന് വിളിക്കാം. ശിക്ഷാവിധിയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. പാപത്തിൻ്റെ ശിക്ഷാവിധി. മഹത്വീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വിടുതല. മഹത്വീകരണം, ഡെലിവറൻസ് ഫ്രം ദ വെരി പ്രസൻസ് ഓഫ് സിൻ. മഹത്വീകരണം അത് മനസ്സിലാക്കണം. അതിന് അനേക വാക്യങ്ങളുണ്ട്. മനോഹരമാകുന്ന ഒരു ക്രിസ്തീയ ഗാനമുണ്ടല്ലോ, ഇമ്മാനുവേൽ തൻ സംഗതിൽ എന്നുള്ള ആ ഗാനത്തിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ ലാസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്: കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അത് നിത്യമാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്: ടിൽ ഓൾ ദ റാൻസംഡ് ചർച്ച് ഓഫ് ഗോഡ് ബി സേവ്ഡ്
ടു സിൻ നോ മോർ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ സമ്പൂർണമായും നീക്കപ്പെടുന്നു. അപ്പൊ പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദൈവജനം മാറ്റപ്പെടുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ട് വിടുതൽ പ്രാപിക്കുന്ന അനുഭവമാണ് മഹത്വീകരണം. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സിൻ. നീതീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. യേശു കർത്താവ് ക്രൂശിൽ നമ്മുടെ ശിക്ഷ അനുഭവിച്ചു. ആ നീതി നമ്മുടേതാകുന്നു. ക്രിസ്തുവിനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെടുന്നു. എല്ലാവരും മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു. റോമാലേഖനം 6 വരുമ്പോൾ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നതെങ്ങനെ, നിങ്ങളും മരിച്ചവരായി നിങ്ങളെ എണ്ണുവീൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അനുഭവത്തെ, ആ ഒരു ബേസിസിനെ വെച്ചിട്ടാണ് അടുത്ത വിഷയം പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കരുത്. അപ്പൊ പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട ആ വ്യത്യാസം ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നീതീകരണം എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ഡിക്ലറേഷനാണ്. ലീഗലി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിയമത്തിൻ്റെ വെളിച്ചത്തിൽ, ആ പുതു നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുവനെ കുറ്റവിമുക്തനാക്കുക. ദൈവത്തിൻ്റെ മുൻപാകെ ആ വ്യക്തിക്കുള്ള ലീഗൽ സ്റ്റാൻഡിംഗ് ആണ് യേശു കർത്താവിൽ കൂടെയുള്ളതാകുന്ന ആ ഒരു അനുഭവമാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ഒരു ലീഗൽ സ്റ്റാൻഡിംഗ് അല്ല, നേരെ മറിച്ച് ഒരു അകത്തു നിന്നുള്ളതാകുന്ന, അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഇന്റേണൽ കണ്ടീഷനാണ്. ആന്തരികമാകുന്ന ഒരു അനുഭവമാണ് പ്രാഥമികമായിട്ട് വിശുദ്ധീകരണം. നീതീകരണം എന്നുള്ളത് വൺസ് ഫോർ ഓൾ ടൈമാണ്, ഒരിക്കലായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് നീതീകരണം. എന്നാൽ വിശുദ്ധീകരണം എന്നുള്ളത് അതൊരു കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. ജീവിതകാലം മുഴുവൻ തുടരുന്നതാകുന്ന ഒന്നാണ് വിശുദ്ധീകരണം എന്നുള്ളത്. നീതീകരണം എന്നുള്ളത് സമ്പൂർണമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിൽ ഒരു മനുഷ്യനും ഒരു പാർട്ടുമില്ലെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്ത് ഒരു വിഷയമുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നാണ് എങ്കിൽ പോലും വിശ്വസിക്കാനും കാരണമായി തീർന്നത് എന്തുകൊണ്ടാണ്? കൃപ കിട്ടിയത് കൊണ്ടാണ്. കൃപയില്ലായിരുന്നെങ്കിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു. അതിൻ്റെ കാര്യം എന്തുവാ? നമ്മൾ എല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. മരിച്ച ഒരാൾക്ക് അതിന് സാധ്യമല്ല. എന്നാൽ ദൈവം ചെയ്യുന്നതാകുന്ന കാര്യമാണ്. അപ്പോൾ നീതീകരണം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഇറ്റ് ഈസ് ഗോഡ്സ് വർക്ക്. ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ് നീതീകരണം. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതും ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തത്തുല്യം അല്ല എങ്കിൽ കൂടെയും, അതിൻ്റെ താഴെയാണ് എങ്കിലും, നമ്മുടെ സഹകരണവും നമ്മുടെ താല്പര്യവും നമ്മുടെ ഉത്സാഹവും വിശുദ്ധീകരണം എന്നുള്ളതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
ഞാൻ ഒന്നുകൂടെ പറയാം. വിശുദ്ധീകരണം എന്നുള്ളത് നിശ്ചയമായിട്ടും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷെങ്കിൽ അതിൽ നമുക്കൊരു പാർട്ട് ദൈവം തന്നിട്ടുണ്ട്. അത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമുക്ക് യാതൊരു പാർട്ടും, നമുക്ക് യാതൊരു പങ്കും ഇല്ലാത്ത ഒന്നല്ല വിശുദ്ധീകരണം. നീതീകരണത്തിനകത്ത് നമുക്കൊരു പാർട്ടുമില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി, എൻറ്റയർലി ഗോഡ്സ് വർക്ക്. എന്നാൽ വിശുദ്ധീകരണത്തിൽ നിശ്ചയമായിട്ടും നമുക്ക് ഒരു പാർട്ടുണ്ട്. മറ്റൊരു വ്യത്യാസം, നീതീകരണം എന്നുള്ളത് അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ഒരുവനെ നീതീകരിച്ച് കഴിയുമ്പോൾ ദൈവം അവൻ്റെ ഒരു പാപവും പിന്നെ എന്ത് ചെയ്യുന്നില്ല, അവന് കണക്കിടുന്നില്ല. നീതീകരണത്തിൻ്റെ സവിശേഷതയാണ്, അവൻ എന്തു പാപിയുമാകട്ടെ, എത്ര അധമമാകുന്ന അവസ്ഥയിൽ ജീവിച്ചവനാകട്ടെ, ദൈവം ഒരിക്കൽ നീതീകരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു പാപവും ദൈവം എന്ത് ചെയ്യുന്നില്ല, കണക്കിടുന്നില്ല. അതാ ദൈവത്തിൻ്റെ. അത് 103-ാം സങ്കീർത്തനത്തിൽ നമ്മുടെ സകല പാപങ്ങളെയും നമ്മുടെ സകല അകൃത്യങ്ങളെയും എന്ത് ചെയ്യുന്നു, മോചിക്കുന്നു. സകല അകൃത്യങ്ങളെയും. അപ്പോൾ ഒരു പാപവും കണക്കിടുന്നില്ല. അത് വളരെ പെർഫെക്റ്റാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ സമ്പൂർണത ഈ ഭൂമിയിലെ ജീവിതത്തിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും തീരുന്നില്ല, കണ്ടിന്യൂവസ് ആണ്. വിശുദ്ധീകരണത്തിൻ്റെ സവിശേഷത. മറ്റൊരു സവിശേഷതയുടെ ഇത് തമ്മിലുള്ളതാകുന്ന വ്യത്യാസം, നീതീകരണവും വിശുദ്ധീകരണവും. നീതീകരണം എന്നുള്ളത് വീണ്ടും ജനിച്ച സകലരിലും ഒരുപോലെ, അതിന് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. മനസ്സിലാക്കണേ, വീണ്ടും ജനനം എന്നുള്ളതിന് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. ഒരുവൻ വീണ്ടും ജനിച്ചാൽ, ഒരുവൻ ഒരു ഭവനത്തിൽ ജനിച്ചാൽ ആ ഭവനത്തിൻ്റെ അംഗമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവ കുടുംബത്തിൽ ഒരുവൻ ജനിപ്പാനായിട്ട് പിതാവിന് പ്രസാദം തോന്നുമ്പോൾ എല്ലാവർക്കും ഒരേ സ്റ്റാൻഡിംഗ് ആണ് ദൈവസന്നിധാനത്തിൽ ഉള്ളത്, ദൈവ കുടുംബത്തിലുള്ളത്. വീണ്ടും ജനനത്തിൻ്റെ അല്ലെങ്കിൽ നീതീകരണത്തിൻ്റെ സവിശേഷത ഏതാ? എന്നാൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമാണ്. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആത്മീകമാകുന്ന ആ മെച്യൂരിറ്റി, ആ വളർച്ച, യേശു കർത്താവിനെ പോലെ ആയിത്തീരുക, ഈ കാര്യത്തിൽ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സഹകരണത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധീകരണം എല്ലാവരിലും ഒരുപോലെ അല്ല. വിശുദ്ധീകരണത്തിൻ്റെ പ്രൊവിഷൻസ് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. എന്നാൽ വിശുദ്ധീകരണത്തിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം എല്ലാവരിലും ഒരുപോലെ കാണുന്നില്ല. അതിന് കാരണം ആരും ചിന്തിക്കരുത്, കുറച്ചു പേരോട് ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നത് കൊണ്ടല്ല. നേരെ മറിച്ച് അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ താല്പര്യവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പങ്കാളിത്തവും വിശുദ്ധീകരണമെന്നുള്ളതാകുന്ന പ്രോസസ്സിൽ വളരെ വ്യക്തമായിട്ടുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതിൻ്റെ വാക്യങ്ങൾ സഹിതം ഞാൻ പറയാനായിട്ട് പോവുകയാണ്. കാരണം ഈ വിഷയം വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 3 പടികളുണ്ട് വിശുദ്ധീകരണത്തിൽ. There are at least 3 stages in sanctification. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ യേശു കർത്താവിനോടുള്ളതാകുന്ന അനുരൂപതയാണ് വിശുദ്ധീകരണം എന്നുള്ളത്. ആ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയാണ് വാസ്തവത്തിൽ വിശുദ്ധീകരണം എന്നുള്ളത്. ആത്മീകമാകുന്ന പക്വത, ആത്മീകമാകുന്ന വളർച്ച. വർഷങ്ങൾ കഴിയും തോറും
നമുക്കുണ്ടാകുന്ന ആത്മീകമാകുന്ന വളർച്ചയാണ് വിശുദ്ധീകരണം. വാസ്തവത്തിൽ അതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധീകരണം എന്നുള്ളതിന് അതിൻ്റെ ഒന്നാമത്തെ പടി എന്നുള്ളത് നമ്മുടെ വീണ്ടും ജനനമാണ്. അതിനൊരു സംശയവുമില്ല. വീണ്ടും ജനനത്തിലാണ് ഈ തുടക്കം, വിശുദ്ധീകരണത്തിൻ്റെ തുടക്കം അവിടെയാണ്. വീണ്ടും ജനനത്തിൽ കൂടെ ദൈവമക്കളായിരിക്കുന്നവരെ കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനം 3:5, വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഇൻ ദ ഹോളി സ്പിരിറ്റ്. തീത്തോസ് 3:6-7 മലയാളം വേദോസത്തിൽ. പുനർജനന സ്നാനം കൊണ്ടും, വാഷിംഗ് ഓഫ് റീജനറേഷൻ. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണവും കൊണ്ട് തന്നെ. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോഴാണ് അവന് വാസ്തവത്തിൽ പാപത്തിന്മേൽ ജയകരമായി ജീവിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അതാ. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 3:9 നമ്മൾ കാണുന്നത്, ദൈവത്തിങ്കൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, നമുക്ക് പാപത്തിന് വഴിപ്പെടുക എന്നുള്ളത് ബൈ നേച്ചർ, നമ്മുടെ ജന്മന അതിനുള്ള ടെൻഡൻസി ആയിരുന്നു. എന്നാൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നത് കൊണ്ട്, ഒരു പുതുജീവൻ അവനിലുള്ളതുകൊണ്ട്, പാപത്തിന്മേൽ ജയിക്കുവാനുള്ളതാകുന്ന ഒരാന്തരികമാകുന്ന ദിവ്യമാകുന്ന ശക്തി അവനിലേക്ക് വരികയാണ്. അപ്പോൾ വിശുദ്ധീകരണം തുടങ്ങുന്നത് വീണ്ടും ജനനത്തിലാണ്. 1 കൊരിന്ത്യർ 6:11 ഈ മോറൽ ചേഞ്ചിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 6:11, എങ്കിലും നിങ്ങൾ ഇന്ന രീതിയിലുള്ളവരായിരുന്നു, നിങ്ങളും ഈ വകക്കാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നോക്കുക, അപ്പോൾ നീതീകരണം, വീണ്ടും ജനന അനുഭവവും ശുദ്ധീകരണത്തിൻ്റെ തുടക്കവും അതൊരു കഴിഞ്ഞ കാര്യമാ എന്നതുപോലെയാണ് പൗലോസ് അവിടെ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ബിഗിനിങ് ഉണ്ട് വിശുദ്ധീകരണത്തിന്. അത് നീതീകരണത്തോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വീണ്ടും ജനനത്തോട് ബന്ധപ്പെട്ട. നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴാണ് വിശുദ്ധീകരണവും നമ്മിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചവരെ എല്ലാം ചേർത്ത് വിളിച്ചേക്കുന്നത് വിശുദ്ധന്മാരെന്ന. അതുകൊണ്ടല്ലേ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കൊരിന്തിലുള്ള വിശുദ്ധന്മാർ, എഫെസോസിലുള്ള വിശുദ്ധന്മാർ, കൊലോസിയിലുള്ള വിശുദ്ധന്മാർ. അപ്പോൾ ദൈവസഭയിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച സകലരെയും വേദപുസ്തകം വിളിക്കുന്നത് വിശുദ്ധന്മാരാ. എന്നാൽ കൊരിന്തിൽ ആരെ വിശുദ്ധന്മാരെന്ന് അഭിസംബോധന ചെയ്തുവോ അവരെ കുറിച്ച് തന്നെ പൗലോസ് പിന്നെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളോടെനിക്ക് ആത്മീകരോടെന്ന പോലെ അല്ല, ജഡീകരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അവിടെയുള്ള ആ പദപ്രയോഗങ്ങൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമേ ഇവരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചു. 1-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നു, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണെന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞേച്ച്
ഈ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും 3-ന്റെ 1 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോടെനിക്ക് ആത്മീകരോടെന്നതുപോലെയല്ല, പിന്നെ എങ്ങനെയാ? ജഡീകരോടെന്നതുപോലെ അത്രേ. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച്, നിങ്ങളുടെ പദവി അനുസരിച്ച് വിശുദ്ധന്മാരാ. പക്ഷെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ജഡീകന്മാരാ. ഇത് നമ്മെ മനസ്സിലാക്കണം. പദവിയിൽ വിശുദ്ധന്മാരാ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചതുകൊണ്ട് ആ കുടുംബത്തിലെ ആളാ. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയാറില്ലേ, ചില എക്സെപ്ഷണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച്. ഇവൻ ആ അപ്പന് ജനിച്ച ആളാണോ എന്ന് ചോദിക്കാറില്ലേ? അല്ലേ, ഇവൻ ഇന്ന ആളിൻ്റെ സഹോദരനാണോ എന്ന് നമ്മൾ പറയാറില്ലേ? അതിൻ്റെ കാര്യം എന്നാ? മനസ്സിലാക്കണേ. അവൻ ആ വീട്ടിൽ ജനിച്ചവനാ. ആ മറ്റുള്ള സഹോദരന്മാർ എല്ലാം നല്ലവരാ, ഒരു കുഴപ്പമില്ല അവരെ കുറിച്ച്. പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് എന്നാ പറയുന്നേ? ഇവൻ ആ വീട്ടിൽ ജനിച്ചതാണോ അതോ വേറെ വല്ലയിടത്തും? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? എന്നതുപോലായത് കൊരിന്തിലുള്ള വിശുദ്ധന്മാർ അവരുടെ പൊസിഷനിൽ അവരാരാണ്? വിശുദ്ധന്മാരാ. കാരണം അവര് വീണ്ടും ജനിച്ചതുകൊണ്ട്. എന്നാൽ അവരുടെ പ്രാക്ടീസിൽ, അവരുടെ പ്രവൃത്തിയിൽ അവരാരാന്നാ ഇപ്പൊ തെളിയിക്കുന്നേ? വിശുദ്ധന്മാരല്ല, ജഡീകന്മാർ. എന്നിട്ട് ഈ ജഡീകനെന്നും ആത്മീകനെന്നുള്ള ആ ഒരു തോട്ടാ താഴോട്ട് വരുന്നത്, ആ ഒരു ചിന്തയാ. ആ ചിന്തയിൽ താൻ പറയുകയാണ്, പല ലക്ഷണങ്ങളുണ്ട്. വിശുദ്ധ ജീവിതത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് പല ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. വേണേ ഒന്ന് ചിന്തിച്ചോളൂ, ഒന്ന് എടുത്ത് വായിച്ചോളൂ. കാരണം ഇതൊക്കെ നമുക്ക് പല പ്രാവശ്യം കേട്ടിട്ടുള്ള, ഞാൻ തന്നെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. വേറെ വിഷയങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടല്ല, ഇത് അതീവ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ആവർത്തന വിരസത തോന്നിയാലും കുഴപ്പമില്ല, ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത്. അതുകൊണ്ട് ദയവായിട്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ. നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നോക്കണം, അവരുടെ പൊസിഷനെ കുറിച്ച് പൗലോസ് ബോധവാനാണ്. അവരെ എന്തിനു വേണ്ടി വിളിച്ചെന്നോ അവർ വിശുദ്ധന്മാരാണെന്നോ ഒക്കെ അറിയാം. പക്ഷെങ്കിൽ അവരുടെ പ്രാക്ടീസിൽ എന്താ സംഭവിക്കുന്നത്? ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അപ്പോൾ വിശുദ്ധീകരണത്തിൽ സ്പിരിച്വൽ മെച്യൂരിറ്റി വരാത്ത, അല്ലെങ്കിൽ ആ വളർച്ചയില്ലാത്ത ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ കാതലായ സത്യങ്ങളെ, അടിസ്ഥാനപരമാകുന്ന സത്യങ്ങളെ, ഉപദേശങ്ങളെ എൻജോയ് ചെയ്യുവാൻ, അതിനെ ആസ്വദിപ്പാൻ, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള താല്പര്യം അവനില്ലെന്നുള്ളതാണ്. അല്ലെ അതവന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 5-ാം അധ്യായത്തിൽ, അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ആ മഹാപുരോഹിതൻ എന്നുള്ള കാര്യവും ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നേച്ച് ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ലേഖകൻ്റെ ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു ഭാരം അതിങ്ങനെയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, പക്ഷെങ്കിൽ പ്രശ്നം എന്തുവാ? നിങ്ങൾക്ക് എന്തായിത്തീർന്നു? നിങ്ങൾ കേൾപ്പാൻ മാന്യം ഉള്ളവരായി തീർന്നു.
എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അവർ കേൾപ്പാൻ താല്പര്യമുള്ളവരും കേട്ടാൽ മനസ്സിലാകുന്നവരുമായിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ പഠിച്ച സത്യങ്ങളെ ഇവർ അൺലേൺ ചെയ്തു, മാന്യമുള്ളവരായി തീർന്നു. എന്നിട്ട് പറയുക, കാലം നോക്കിയാൽ നിങ്ങൾ എന്താകേണ്ടിയിരുന്നു? ഉപദേഷ്ടാക്കന്മാരാകേണ്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ എന്താ? ശിശുക്കൾ. കട്ടിയായിട്ടുള്ള ആഹാരം താല്പര്യമില്ലാത്തത് വിശുദ്ധ ജീവിതത്തിൽ പ്രോഗ്രസ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. ആത്മീക വിഷയങ്ങളിൽ ദൈവവചനത്തിലുള്ള താല്പര്യം അത് ഭക്ഷിപ്പാൻ കഴിയും. കാരണം ഇതൊരു അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം വിശുദ്ധ ജീവിതത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ഒന്ന്, ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ മായമില്ലാത്തതാകുന്ന പാൽ കുടിച്ച് വളരാനായിട്ട് വാഞ്ചിക്കണം. ആ വളർച്ചയിൽ കുറേശ്ശെയായിട്ട് ആ വളർച്ചയിൽ വരുമ്പോഴാണ് കട്ടിയുള്ള ആഹാരം എൻജോയ് ചെയ്യത്തക്കതുവണ്ണം അവൻ്റെ ആത്മീകമാകുന്ന സിസ്റ്റം ആ നിലയിൽ വളരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഹാരത്തോട് ഒരു വിരക്തി തോന്നുന്നത് എന്തുകൊണ്ടാ? ഉള്ളി സുഖമില്ലാത്തത് കൊണ്ടാ. ഇനി ഉള്ളി സുഖമില്ലാതായി തീർന്നത് എന്തുകൊണ്ടാ? വേണ്ടത്ര പോഷണം ലഭിക്കാഞ്ഞതുകൊണ്ടാ ഉള്ളിൽ സുഖമില്ലാതായി തീർന്നത്. കാരണം ഈ രോഗാവസ്ഥയോട് ഫൈറ്റ് ചെയ്യാൻ, അതിനെ ജയിക്കാനുള്ളതാകുന്ന കഴിവ്, ഇമ്മ്യൂണിറ്റി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? ആ വേണ്ട പോഷകങ്ങൾ ഉള്ളിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അപ്പം ഇത് തമ്മിൽ ബന്ധപ്പെട്ടതാ. ക്രമേണയായിട്ട് ആ വളർച്ചയിലേക്ക് വരികയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണേ, നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ ഉള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെയാണെന്ന് എൻ്റെ ചിന്ത, കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കത്തില്ല. അതിൻ്റെ കാര്യം എന്നാ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവര് പ്രായമുള്ളവർ ഡെവലപ്പ് ചെയ്തതുപോലെയുള്ള ഇമ്മ്യൂണിറ്റി അവർക്കില്ല, അവർക്ക് അതിനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് അവരെ എക്സ്പോസ് ചെയ്യുന്നില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള ആരോഗ്യം വന്നു കഴിയുമ്പോൾ, അതിനോട് ഫൈറ്റ് ചെയ്യുവാനുള്ള ആരോഗ്യം ഉണ്ടായി കഴിയുമ്പോൾ ആ അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് തമ്മിൽ മനസ്സിലാക്കണം. അപ്പോൾ കഴിക്കാനുള്ള താല്പര്യം ഇല്ലാത്തത് ഉള്ളിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഉള്ളിൽ പ്രശ്നമായി തീർന്നത് എന്താ? ആദ്യം തൊട്ടേ അതല്ലേ ഈ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുന്ന പരിപാടി വലിയ ടാസ്ക്കാണ് പലർക്കും. കഴിപ്പിക്കുക എന്നുള്ളത് അത് വലിയൊരു പ്രശ്നമായേക്കുക. പ്രിയമുള്ളവരെ, പക്ഷെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിശ്ചയമായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ശാരീരികമാകുന്ന ആരോഗ്യം ഇതിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മീക ആരോഗ്യവും വളർച്ചയും ആത്മീകമാകുന്ന ഭക്ഷണത്തിൽ കൂടെ മാത്രമേ അത് ഡെവലപ്പ് ആകുന്നുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആത്മീകമാകുന്ന വളർച്ചയും വിശുദ്ധീകരണവും ഇതെല്ലാം ഒരുപോലെ പോകുന്ന കാര്യങ്ങളാണ്. നമ്മളൊരിക്കലും മറന്നു പോകരുത്. ആകട്ടെ, ഞാൻ മുൻപോട്ട് വരുവാനായിട്ട് താല്പര്യപ്പെടുക. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വായിപ്പാനായിട്ടുണ്ട്. എന്നാൽ നമുക്ക് മുൻപോട്ട് വരാം. രണ്ടാമത് ഞാൻ പറഞ്ഞു, അപ്പോൾ വിശുദ്ധീകരണം എന്നുള്ളത് വീണ്ടും ജനനത്തിൽ തുടങ്ങുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിശുദ്ധീകരണത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അത് നമ്മൾ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചു, അല്ലെങ്കിൽ ആ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെട്ടു.
എന്നാൽ നമ്മളിപ്പോൾ ദൈവത്തിന് ജീവിക്കുന്നവരാ. ദൈവത്തിന് ജീവിക്കുന്നവരാകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? റോമാലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 11 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നോക്കണം, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന ആ വാഗ്ദത്തം, ആ ദൈവീക വാഗ്ദത്തം മുകളിൽ പറയുന്ന ആ നിബന്ധനകൾക്ക് വിധേയമാണ്. അത് മറന്നു പോകരുത്. പാപം നമ്മൾ കൃപയ്ക്ക, പാപത്തിനല്ല. നമ്മൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ളതാകുന്ന വാഗ്ദത്തം മുകളിൽ പറയുന്ന നിബന്ധനകൾക്ക് വിധേയപ്പെട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും, 6:19 വരുമ്പോൾ അത് നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. അപ്പോൾ നമ്മൾ കണ്ടു, യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം മരിച്ചു. ആ അനുഭവത്തെയാണ് നീതീകരണം. ഉയർത്തെഴുന്നേറ്റു, ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കുകയാണ്. എന്നാൽ പാപം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്താതിരിക്കേണ്ടതിന് നാം നീതിയുടെ ആയുധങ്ങളായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് വിശുദ്ധീകരണം. അതുകൊണ്ടാണ് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ, നോക്കുക, പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചു, ദൈവത്തിന് ദാസന്മാരായിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. നോക്കിക്കേ, പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, നീതീകരണം. അതിൻ്റെ ഫലമായിട്ട് വിശുദ്ധീകരണം. അതിൻ്റെ ആത്യന്തികമാകുന്ന അന്തം എന്താ? നോക്കുക, നിത്യജീവൻ. ഇത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു കാര്യം വേദപുസ്തകം വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്. അനേക കാര്യങ്ങൾ ഇതിനോടുള്ളതാകുന്ന ബന്ധത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കൊലോസി ലേഖനത്തിലും അങ്ങനെയുള്ളതാകുന്ന ഫിലിപ്പി ലേഖനത്തിലും എല്ലാം നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആകട്ടെ, ഈ ഉപദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മോട് അനുഷ്ഠിപ്പാനായിട്ട്, ആചരിപ്പാനായിട്ട്, വിധേയപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുന്ന വേദഭാഗങ്ങൾ, അനേകം വാക്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കൊലോസി ലേഖനം 3:10 നമ്മളിങ്ങനെ വായിക്കുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. 3:10 വരുമ്പോൾ, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നോക്കുക, പുതുക്കം പ്രാപിക്കുന്ന, ബീയിങ് റിന്യൂവ്ഡ് ഇൻ നോളജ് ആഫ്റ്റർ
the image of its creator. എബ്രായർ 12:1 സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായർ 12:14 ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. യാക്കോബിന്റെ ലേഖനം 1:22 എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. 1 പത്രോസ് 1:15 എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ആകട്ടെ, ഇതിൻ്റെ പൂർത്തീകരണം എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ മരണത്തിങ്കിൽ നമ്മുടെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പൂർത്തീകരണം നടക്കുക മരണസമയത്ത്. എന്നാൽ കർത്താവ് വരുമ്പോഴാണ് നമ്മുടെ പുറമേയുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിലും, എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിലും സമ്പൂർണമായിട്ടും അതിൻ്റെ നിറവേറൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുവൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് ദൈവ സാന്നിധ്യത്തിലേക്ക് പോകുന്നു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും ആ വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ്റെ അകമേയുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു പൂർത്തീകരണം ഉണ്ടാകുക, ആ സമ്പൂർണത കൈവരിക മരണത്തിങ്കിൽ. എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അതായത് ഒരു പുനരുത്ഥാന ശരീരം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെയും സമ്പൂർണമാകുന്ന വിശുദ്ധീകരണം നടക്കുന്നത്. ശരീരത്തിനും ആത്മാവിനും ദേഹിക്കും സമ്പൂർണമാകുന്ന വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:21. യെസ്, നോക്കുക. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആ മുഴുവനുമുള്ള ശുദ്ധീകരണം എവിടെയാ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ആത്മാവും പ്രാണനും ദേഹവും. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ സമ്പൂർണത എന്നുള്ളത് ആത്മാവിലും ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും സമ്പൂർണമാകുന്ന ശുദ്ധീകരണം വരുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്ന സാങ്ക്ടിഫിക്കേഷൻ. അതിനെക്കുറിച്ച് അനേക വാക്യങ്ങളുണ്ടല്ലോ. ഫിലിപ്പ് ലേഖനം 3:21 അവിടുന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശു കർത്താവ് ഏത് പുനരുത്ഥാന ശരീരത്തിൽ ആയിരിക്കുന്നുവോ ആ പുനരുത്ഥാന ശരീരത്തിലേക്ക് നമ്മൾ എന്തായിത്തീരും? നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റോർ ചെയ്യപ്പെടാൻ പോകുകയാണ്. ശുദ്ധീകരണത്തിൻ്റെ അന്തം, നിത്യജീവൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു പോകട്ടെ. നിത്യത എന്നുള്ളത് കേവലം ആത്മജീവികളായിട്ട് നമ്മൾ അവിടെ തുടരുന്ന കാര്യം മാത്രമല്ല നിത്യത. ആത്മജീവികളാണ് ഒരർത്ഥത്തിൽ. എന്നാൽ നിത്യത എന്നുള്ളത് അത് മാത്രമല്ല. നിത്യത എന്നുള്ളത് നമ്മുടെ ഈ ശരീരത്തിൻ്റെയും സമ്പൂർണമാകുന്ന വീണ്ടെടുപ്പാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ ആ സംഭവത്തിൽ, ഉപമയെന്ന് അവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ സംഭവം എന്ന് നമുക്ക് വേണേൽ വിളിക്കാം അതിനെ.
ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ആരെ കാണുകയാ? ലാസറിനെ കാണുകയാ. നോക്കുക, അപ്പോൾ നിത്യതയെന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിത്യതയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. അതിൻ്റെ എന്താണെന്നൊന്നും എങ്ങനായിരിക്കുമെന്നൊന്നും ഇപ്പം നമുക്കറിയത്തില്ല. അതല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല. ഇത്രമാത്രം നമുക്കറിയാം, നിത്യതയെന്നുള്ളത് ആ സമ്പൂർണമാകുന്ന റെസ്റ്റോറേഷൻ ആയിരിക്കും. ഇത് ആദാമിനോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് ഞാൻ വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആദാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുന്നു. പക്ഷേ നമ്മളവിടെ വായിക്കുന്നത് അവൻ തിന്നുന്ന നാളിൽ മരിച്ചോ? ഇല്ല, ശാരീരികമാകുന്ന മരണം അവന് സംഭവിച്ചില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം സംഭവിച്ചു, അവൻ നഗ്നനാണെന്ന് അറിഞ്ഞു. നോക്കുക, അപ്പോൾ ഏതൊരു ദൈവീകമാകുന്ന തേജസ് അവനെ പൊതിഞ്ഞിരുന്നോ ആ അനുഭവത്തിന് എന്തുണ്ടായി? വ്യത്യാസമുണ്ടായി. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന് പിഴവുണ്ടായി. അതുകൊണ്ടാണ് ദൈവം വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുക? ഓടി ഒളിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് അവൻ്റെ വിയർപ്പ് ഉള്ള മുഖത്തോടുകൂടെ, അവൻ വിയർപ്പോടുകൂടെ അധ്വാനിച്ച് അവൻ എന്ത് ചെയ്യുക? അവന് ആഹാരം കഴിക്കാനായിട്ട് എന്നിട്ടും അധ്വാനിച്ചിട്ടൊന്നും അതിൻ്റെ ഫലം ലഭിക്കാതിരിക്കുന്നു. അപ്പോൾ ആദാമിൽ പല കാര്യങ്ങളും സംഭവിച്ചു. ഒന്ന്, അവൻ ആത്മീകമാകുന്ന ഒരു പതനമുണ്ടായി. ആത്മീകമായി മരിച്ച അവസ്ഥ എന്ന് വിശേഷിപ്പിക്കത്തക്കതുപോലെ അവനായി തീർന്നു. ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന് ഒരു തടസ്സമുണ്ടായി. അവൻ്റെ ശരീരത്തിൽ അതവൻ എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മാത്രമല്ല, അവൻ്റെ ദേഹിയിൽ അവൻ്റെ തീരുമാന ശക്തിയും ഇച്ഛാശക്തിയുടെയും അവൻ്റെ ഇമോഷൻസിൻ്റെയും ആ തലത്തിലും അവന് വ്യത്യാസം വന്നു. കാരണം ദൈവം വന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ ആദ്യം എന്താ പറയുന്നേ? നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു, എൻ്റെ കുറ്റമല്ല. സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ കുറ്റമല്ല, സർപ്പം എന്നെ ഉപായത്താൽ വഞ്ചിച്ചു. ഓക്കെ, അപ്പോൾ അവൻ്റെ ദേഹിയിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ അവന് വ്യത്യാസം വന്നു. മാത്രമല്ല, പിന്നീട് നമ്മൾ കാണുന്നത് കയീൻ്റെയും ഹാബേലിൻ്റെയും ഒക്കെ കാര്യത്തിൽ എവിടെ വരെ ചെന്നു? കൊലപാതകത്തിൽ വരെ ചെന്ന് കലാശിച്ചു. അപ്പോൾ അവൻ്റെ ചിന്തകളും അവൻ്റെ ദേഹിയിൽ അവൻ വഷളായി തീർന്നു. അവൻ കറപ്റ്റായി തീർന്നു. അവൻ താനായിട്ട് കുറ്റം ഏറ്റെടുക്കാൻ അവന് മനസ്സില്ല, വേറൊരുത്തൻ്റെ മേലെ കുറ്റം ചുമത്താനായിട്ട് തുടങ്ങി. നോക്കുക, ഈ ഒരു ചിന്ത, സ്വാർത്ഥ മനോഭാവം, അസൂയ, കോപം, കൊലപാതകം, ഇതെല്ലാം മനുഷ്യനിൽ ഉണ്ടാകുക. എന്നിട്ട് 930 വയസ്സിലാണ് ഇവൻ ശാരീരികമായിട്ട് മരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ഇതിൻ്റെ റിവേഴ്സലാണ് നടക്കുന്നത്. യേശു കർത്താവിൽ ഇതിൻ്റെ റിവേഴ്സലാണ് നടക്കുന്നത്. ആദ്യം സംഭവിക്കുന്നത് എന്താ? ആദ്യം നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധമാണ്, ആണല്ലോ. അത് ആദ്യം നഷ്ടപ്പെട്ടതാ. എന്നാൽ
ആദ്യം ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കുന്നത് ഏതാ? ഇതാണ്. അതുകൊണ്ടാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും യേശുവിനോടൊപ്പം അവിടുന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. മാത്രമല്ല, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ശേഷം, വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ട ശേഷം അതിൻ്റെ ആദ്യത്തെ ഫലം എന്താ? ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, പക്ഷെങ്കിൽ ഈ നീതീകരണത്തിലൂടെ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 2, ഈ വഷളത്വം, ഈ കറപ്ഷൻ ബാധിച്ച ആ നമ്മുടെ പാർട്ടിൽ ആ കറപ്ഷൻ മാറിയിട്ട്, ഈ കറപ്ഷൻ ഇല്ലാതിരുന്ന, ഈ വഷളത്വം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. ഒറ്റ ഒരാളെ ജീവിച്ചിരുന്നുള്ളൂ. അതാരാന്നറിയാം? യേശുക്രിസ്തു. നോക്കണം, മനുഷ്യനായിട്ട് നമ്മുടെ ഈ ശരീരത്തിൽ പാപജഠത്തിൻ്റെ സാദൃശ്യത്തിൽ ഒറ്റ ഒരാളെ ഈ ഭൂമിയിൽ കറപ്ഷൻ ഇല്ലാതെ, വഷളത്വമില്ലാതെ ജീവിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആർക്കാ ബോധം വരുത്തുവാൻ കഴിയുന്നത്? ആർക്കും കഴിഞ്ഞില്ല. ഡീമൺസ്, ഭൂതങ്ങൾ പറഞ്ഞു തന്നെ, അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ശതാധിപൻ പറഞ്ഞതെന്താ? ഇവൻ നീതിമാനായിരുന്നു. പീലാത്തോസ് എന്താ പറഞ്ഞത്? ഇവന് ഞാൻ ഒരു കുറ്റം കാണുന്നില്ല. ഒറ്റിക്കൊടുത്ത യൂദ എന്താ പറഞ്ഞത്? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പത്രോസ് അപ്പോസ്തലൻ പിന്നീട് എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന രക്തം. നോക്ക, അപ്പൊ ഈ കറപ്ഷൻ ഇല്ലാതെ, വഷളത്വമില്ലാതെ ഭൂമിയിൽ ഒരാൾ ജീവിച്ചു. ആ ആളിനോട് അനുരൂപപ്പെട്ട് വഷളത്വമില്ലാതെ, ഈ വഷളത്വം ഒഴിവാക്കി അതിന്മേൽ ജയജീവിതം നയിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, 2 കൊരിന്ത്യർ 3:10-18, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി അതേ പ്രതിമയായി നാം എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. ബീയിങ് ട്രാൻസ്ഫോംഡ്. അപ്പൊ ക്രിസ്തുവിലാണ് ഈ റിവേഴ്സ് പ്രോസസ് നടക്കുന്നത്. ആദാമിൽ 3 പടി താഴോട്ടിറങ്ങിയെങ്കിൽ ക്രിസ്തുവിൽ കൂടെ മനുഷ്യനെ 3 പടി മുകളിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ്. അതാ വിശുദ്ധ ജീവിതം. അതാണ് വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ കേവലം നമ്മെ സ്വർഗത്തിൽ കൊണ്ടുവന്ന പരിപാടിയല്ല. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് ആത്യന്തികമായിട്ട് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ദൈവം തന്നെ നിങ്ങളെ എന്ത് ചെയ്യട്ടെ? വിശുദ്ധീകരിക്കട്ടെ. ഈ ദേഹത്തിൻ്റെയും വിശുദ്ധീകരണം നടക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് കർത്താവിൻ്റെ വരവിങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. കാഹളം ധ്വനിക്കും, മരിച്ചവരെന്ത് ചെയ്യും? അക്ഷയരായി ഉയർക്കും. അക്ഷയരായിട്ട് ഉയർക്കും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഈ മർത്യമായത് അമർത്യത്തെയും, നോക്കുക, ഈ മർത്യമായത്, മോർട്ടലായിട്ടുള്ളത് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, നിത്യത എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ മനോഹരമാകുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് ഒരു ഗ്ലിംസ് കിട്ടിയത് കൊണ്ടാണ്, അതിനെക്കുറിച്ചൊരു ചെറിയ ചിത്രം കിട്ടിയത് കൊണ്ടാണ്
മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷേ ഇവിടെ കണ്ടതൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞു. ഉച്ചരിച്ചു കൂടാൻ പാടില്ലാത്തത് ഹി വാസ് നോട്ട് പെർമിറ്റഡ് ടു അട്ടർ, ഒന്നും പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞില്ല. പിന്നെ 14 വർഷം കഴിഞ്ഞപ്പം ആ അനുഭവത്തെക്കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വെളിപ്പെടാനിരിക്കുന്ന തേജസ് എന്ന് പറഞ്ഞാൽ ഈ സമ്പൂർണമാകുന്ന വിശുദ്ധീകരണമാണ്. ഈ സമ്പൂർണമാകുന്ന വിശുദ്ധീകരണം നാം എല്ലാവരും സമ്പൂർണമായും കർത്താവിനോട് സദൃശ്യന്മാരായി തീരുന്ന ആ അനുഭവമാണ്. അപ്പം ഈ വിശുദ്ധീകരണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നിത്യതയോട് ബന്ധപ്പെടുത്തിയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഓപ്ഷൻ അല്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ഒരുപക്ഷെ അടുത്ത ഒരാഴ്ചയൂടെ നമുക്ക് ആ ക്ലാസ് തുടരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാനായിട്ടുണ്ട്. അതായത് ദൈവം ചെയ്യുന്നത് എന്താ, നമ്മുടെ ഉത്തരവാദിത്വം എന്താ, ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ആ വിഷയം ഞാൻ ഇന്ന് പ്രവേശിക്കുന്നില്ല. അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഒരു പക്ഷേ അവസാനിപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തതയോട് ഈ കാലങ്ങളിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുക. അല്ലെങ്കിൽ വലിയ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, ഒരുവൻ കർത്താവിൻ്റെ അടുക്കലോട്ട് വന്നപ്പം അവൻ ചോദിച്ചു, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കർത്താവ് അവനെ തിരിച്ചങ്ങ് അയച്ചു. എന്നിട്ട് ഇതൊന്നും പറയാത്ത ബാക്കിയുള്ളവരെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് പറഞ്ഞു, എൻ്റെ കർത്താവ് ചെയ്ത്തുകാരനെ മടക്കി അയച്ചു, ഫെയ്ത്തുകാരെയെല്ലാം അടുക്കലോട്ട് വിളിച്ചു. മനസ്സിലായോ? ചെയ്ത്തുകാരനെ മടക്കി അയച്ചു, ഫെയ്ത്തുകാരെയെല്ലാം അടുക്കലോട്ട് വിളിച്ചു. അപ്പോഴത്തേന് ജനമെല്ലാം അങ്ങ് ഹാലിളകി, അങ്ങ് തകർത്തട്ടഹസിച്ച് കർമ്മേലിൽ ബാലിന്റെ പ്രവാചകന്മാർ ചെയ്തതുപോലെ തകർത്തട്ടഹസിച്ച് ഭയങ്കര ബഹളം. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇത് വളരെ അപകടത്തിലേക്കാണ് ഈ പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കരുത്. ആകട്ടെ, നീതീകരണത്തോടുള്ള ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതിനകത്തൊക്കെ കുറച്ചൊക്കെ സത്യമുണ്ട്. പക്ഷെ അവർ നീതീകരണത്തോടുള്ള ബന്ധത്തിലല്ല ഇത് പറഞ്ഞെന്നുള്ളതാണ് അപകടകരമാകുന്ന കാര്യം. വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ, വിശുദ്ധീകരണത്തിൽ നമുക്കൊരു പാർട്ടും ഇല്ലെന്ന് അവർ പറഞ്ഞത്. മനസ്സിലായോ? അതാണ് ഫെയ്ത്തുകാരെ ഇങ്ങോട്ട് വിളിച്ചു, ചെയ്ത്തുകാരെ മടക്കി അയച്ചെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഇതിനകത്ത് ദൈവം എന്താ ചെയ്യുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം എന്താ, ഇത് വളരെ വ്യക്തതയോടെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവചനത്തിലെ സത്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ അശുദ്ധിക്കല്ല സമർപ്പിക്കേണ്ടത്. മാത്രമല്ല, നമ്മുടെ ഈ ശരീരത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത്, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. അതുപോലെ പല അശുദ്ധികളെ കുറിച്ച് പറയുമ്പോൾ അതിനെ വിട്ട് ഓടുവിൻ. നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട ഒരു
ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ട് വിശുദ്ധ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ അനേകർ, ഒരു സഭയിൽ 150 പേരുണ്ട് അല്ലെങ്കിൽ 300 പേരുണ്ടെങ്കിൽ അവരുടെ ആത്മീയമാകുന്ന വളർച്ചയിലുള്ള വ്യത്യാസം എന്താ? എല്ലാവർക്കും ഒരുപോലെ ദൈവം കൃപകളും ദാനങ്ങളും അതിനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്തു. പക്ഷെങ്കിൽ വളർച്ചയിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വരുന്നതാകുന്ന ഏറ്റക്കുറച്ചിലുകളുമുണ്ടാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നിശ്ചയമായിട്ടും ദൈവം നമ്മെക്കുറിച്ച് പല കാര്യങ്ങൾ, അതുകൊണ്ടല്ലേ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇച്ഛിക്കായെന്നും പ്രവർത്തിക്കായെന്നും ദൈവമത്രേ, കർത്താവത്രേ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങൾ ചെയ്ത്, അതുകൊണ്ട് ഭയത്തോടും വിറയലോടും അധികമായിട്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നിട്ട് മുൻപിലുള്ളതിനായി ഐ പ്രസ് ഓൺ ടുവേർഡ്സ്. ആ പ്രത്യേക വേദഭാഗം ഒരോട്ടക്കളത്തിൽ ഓടുന്ന അത്ലറ്റിൻ്റെ ചിത്രം തന്നെ അവിടെ വായിക്കുന്നത്. പ്രത്യേകിച്ച് പുരാതന കാലത്തെ ഒളിമ്പ്യൻ അതുപോലെ ഇസ്തൂമിയൻ ഗെയിംസിനോടൊക്കെ ഉള്ളതാകുന്ന പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. മറന്നു പോകരുത്, ഞാൻ മുൻപിലുള്ളതിനായിട്ട് ഓടുന്നു. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു. പക്ഷെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? വാടാത്ത കിരീടം പ്രാപിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാകുന്നു, പക്ഷേ വിരുദ് പ്രാപിക്കുന്നവൻ ചുരുക്കമാണ്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതേ അധ്യായത്തിൽ 1 കൊരിന്ത്യർ 9 പൗലോസ് പറയുന്നു, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഇവർ പറയുന്നത് എന്തുവാ? ചെയ്ത്തുകാരെ തിരിച്ചയച്ചെന്നോ? അല്ല, വാസ്തവത്തിലുള്ള ഫെയ്ത്തുകാരൻ എന്താ? അവനൊരു ചെയ്ത്തുകാരൻ തന്നെ. അവരുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയട്ടെ. വാസ്തവത്തിലുള്ള ഫെയ്ത്ത് എന്താ? ഇതാ, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഞാൻ ആകാശത്തെ കുത്തും പോലെ അല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അംഗം പൊരുന്നവനെല്ലാം എന്ത് ചെയ്യണം? വർജനമാചരിക്കുന്നത് പോലെ. നമുക്കൊരു പാർട്ടുണ്ടോ? നിശ്ചയമായിട്ടുണ്ട്. വിശുദ്ധ ജീവിതത്തിന് നമുക്കൊരു ആക്റ്റീവ് പാർട്ടുണ്ട്, അതുപോലെ ഒരു പാസീവ് പാർട്ടുമുണ്ട്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നാം നമ്മുടെ പാർട്ടിനേക്കാളും വലുതായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പോലെ അല്ല നമ്മുടെ പ്രവൃത്തി. പക്ഷേ ദൈവം നമുക്കിതൊരു കാര്യം തന്നേക്കുകയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, വിശുദ്ധ ജീവിതം ഓട്ടോമാറ്റിക് പ്രോസസ്സ് അല്ല. അതിന് മനഃപൂർവമാകുന്ന ആ ശ്രമം ദൈവകൃപയ്ക്ക് കീഴ്പ്പെട്ട് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ വിശുദ്ധ ജീവിതത്തിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. ഈ കാര്യം നമ്മുടെ ഉള്ളിൽ പതിയട്ടെ. മറ്റ് ദുരുപദേശങ്ങളിൽ നിന്നും നമുക്ക് അതിനെ ഒഴിവാക്കാം. അതിന് ദൈവം നമുക്കിടയാക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.